ഒന്ന് ഇറങ്ങിക്ക സാറേ. പകൽ വെളിച്ചത്തിൽ മുഖമൊന്ന് കണ്ടോട്ടെ. ഓർക്കുന്നുണ്ടോ നിങ്ങളാരെങ്കിലും? ഓർക്കുന്നുണ്ടോ ആ ബാറും ആ വെയിറ്ററും നവംബർ 18 രാത്രിയും? അയ്യോ ആശാന, ഞാനത് വെള്ളം ഒടിച്ച് ഫിറ്റായിട്ട് എന്തൊക്കെ ചെയ്തു പോയാ, ക്ഷമിക്കണം കേട്ടോ. അതിനെന്നാ, ഇപ്പഴും കുടിക്കാമല്ലോ. ഇങ്ങനെ കിടാ, ദേ സാറിന്റെ ബ്രാൻഡാ. അല്ല, ഞാൻ വെള്ളമൊടിയൊക്കെ നിർത്തി, അതുകൊണ്ട്. നാണക്കേട്. സാറ് കുടിക്കുന്നില്ലേ? കുഞ്ഞിന് കൊടുത്തേക്കാം. വേണ്ട വേണ്ട, സാറ് കുടിച്ചോളൂ. കുടിക്കു സാറേ. എന്നാ കുടി. അയ്യോ, ഞാൻ എന്തെങ്കിലും അറിയാണ്ട് ചെയ്തു കൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇപ്പൊ പോയിക്കോട്ടെ സാറേ. അയ്യോ പ്ലീസ്, ഉപദ്രവിക്കാതെ. എന്നാടാ ഇത്? പ്ലീസ്. കിട്ടോ? കേൾക്കണം സാർ. എന്റെ കുഞ്ഞു വഴിയിലായി പോയി സാർ. സാർ പ്ലീസ് സാർ. സാർ സാർ എന്റെ കുഞ്ഞ് സാർ പ്ലീസ്. പോലീസുകാരെ തല്ലിയൊന്ന് ജീവിച്ചിരുന്നതാ. സാർ കിടക്കണം, കുഞ്ഞു വഴിയിലായി പോകും സാർ. പ്ലീസ് സാർ, പ്ലീസ് സാർ. ജാമ്യത്തിലിറക്കാൻ ഒരുപാട് ശ്രമിച്ചു. കൊടുക്കരുന്ന SP ഓർഡറാ. സാരമില്ല, നാളെ കോടതിയിൽ നിന്ന് വാങ്ങാം. ഇന്ന് രാത്രി കിട്ടു എൻ്റെ കൂടെ കഴിയട്ടെ. വരൂ കിട്ടു. പോട്ടെ. പ്രിൻസ് ബാറിൽ എന്തൊരു ഫ്രണ്ട് ഉണ്ട് അലക്സ്, ഒന്ന് വിളിച്ചു വിവരം പറയണം. ആ, ഞങ്ങൾ പോട്ടെ.
അച്ഛനോ? അച്ഛനെപ്പറ്റി മിണ്ടാതെയും പറയാതെ. കാറന്തി പെട്രോൾ അടിക്കാൻ പോയി. എവിടെ? അവളെവിടെ? ആര്? ആര്? ഞാൻ അറിഞ്ഞു. നീ എന്ന് അവളെ അച്ഛൻ വിളിക്കുന്നു പറ. ആരുടെ കാര്യം അച്ഛൻ പറയുന്നേ? മോളെ എപ്പോഴത്തെ മോളെ തമാശ എടുക്കരുത് കേട്ടോ. എനിക്ക് അവളെ കാണാൻ കൊതിയാകുന്നു മോളെ. എന്തുവാ അച്ഛനീ പറയുന്നേ? എനിക്ക് മനസ്സിലായി, നിങ്ങൾ രണ്ടാളും എന്നെ കളിപ്പിക്കുകയാണല്ലേ. ചിലപ്പോഴേ ഞാൻ ദേഷ്യപ്പെടുന്ന വിചാരിച്ച് ഒളിച്ചു നിൽക്കായിരിക്കും. മോളെ എന്ന് പറ, അച്ഛന് ഒരു ദേഷ്യവും ഇല്ലെന്ന്. ഇതെന്തുവാ ഇത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വേണ്ട, നീ പറയണ്ട, ഞാൻ പോയി കണ്ടോളാം. മോളെ, അച്ഛൻ തോറ്റു. ഇഞ്ഞു പോരെ. 6-7 ദിവസം അന്വേഷിച്ച് വിഷമിച്ച് തിരിച്ചു വരിക. അവൾ എവിടെ? ഒന്ന് പറഞ്ഞോളെ. അച്ഛാ, അച്ഛൻ ആരെയാ അന്വേഷിക്കുന്നത്? നിന്റെ ചേച്ചിയെ. സതി ചേച്ചിയോ? ആ, സതി ചേച്ചി ഇവിടെ വന്നെന്ന് അച്ഛനോട് ആരാ പറഞ്ഞത്? ആരും പറയണ്ട, ഞാൻ കണ്ടു ബെന്നി മോനെ. ബെന്നിയോ? ആ, ഏത് ബെന്നി? സതിയുടെ മോൻ. നീ വടക്കേ മുതൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ. അയ്യോ അച്ഛാ, അത് കിട്ടുവാണ്. ഇവിടെ കിരൺ. ഒന്നും പറയണ്ട. സതി ഇവിടെ ഉണ്ടോ? അമ്മയുടെ സത്യം സതി ചേച്ചി ഇവിടെ ഇല്ല. പിന്നെ ആ കുട്ടി? അച്ഛനോട് പറഞ്ഞില്ലേ അത് കിട്ടുവാണ്, കിരൺ എന്ന് പറയുന്ന ഒരാളുടെ ആണെന്ന്. അയാളിപ്പോ പോലീസ് സ്റ്റേഷനില്ല. കുടിച്ച് വഴി കിടന്ന് വഴക്കുണ്ടാക്കിയന്. അല്ല മോളെ, അത് നമ്മുടെ സതിയുടെ മോൻ ബെന്നിയാ. ദാ. ഹലോ ഹലോ. എന്നിട്ട് വിവരമില്ല. എവിടെ? പേരെന്താ? കിരൺ. എഴുന്നേര്. ശരിയായോ? ജാമ്യം ശരിയായോ സാർ? ഒക്കെ ശരിയായിട്ടുണ്ട്. എങ്കിലും ഒന്ന് അഴിക്കണം സാർ, എന്റെ കൈ വേദനിച്ചിട്ട് വയ്യ. അതഴിക്കാ, നീ വാ. നീയാണോ കിരൺ? അതെ. ഇരിക്കാൻ. നിന്റെ കയ്യിൽ ഒരു പോമറേനിയൻ പട്ടിക്കുട്ടി ഉണ്ടെന്ന് കേട്ടല്ലോ, ശരിയാണോ? ഇല്ല. നീ കിട്ടുമെന്ന് വിളിക്കുന്ന പട്ടിക്കുട്ടി എത്ര നാളായി അവനെ കിട്ടിയിട്ട്? 15 ദിവസം. നീ ഏതുവരെ പഠിച്ചു? ഞാനൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. ആഹാ, ഇത്രയും വിദ്യാഭ്യാസമുള്ള നീ ഒരു കുട്ടിയെ വഴിയരിയിൽ നിന്ന് കിട്ടിയാൽ അതിന്റെ രക്ഷിതാക്കളെ അന്വേഷിക്കുക എന്ന സാമാന്യ മര്യാദ കാണിക്കേണ്ടതല്ലേ? അന്വേഷിച്ചോ? ഇല്ല. എന്തേ? ആ, അത് പോട്ടെ. ഇവിടെ പോലീസുകാരെന്ന് പറഞ്ഞ് കുറെ പാവങ്ങൾ ജോലിയില്ലാതെ നടപ്പുണ്ടല്ലോ, അവരെങ്കിലും ഒന്ന് അറിയിക്കാമായിരുന്നില്ലേ? കളഞ്ഞു കിട്ടി എത്ര നാൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവനൊരു പൊട്ടനാണെന്ന്? 2 ദിവസം. അപ്പോഴെങ്കിലും അവന്റെ രക്ഷിതാക്കളെ അന്വേഷിക്കുകയോ പോലീസിൽ വിവരം അറിയിക്കുകയോ ആകാമായിരുന്നില്ലേ? ഇപ്പം നീ ഉത്തരം പറയണം. അവന്റെ അമ്മയോടെ? എനിക്കറിയില്ല. നിന്റെ വഷളത്തിലൊന്നും എന്റെ അടുത്ത് വേണ്ട. എവിടെയാണ് അവന്റെ അമ്മ ആനി? എനിക്കറിയില്ല.